2004 AK ആന്റണി ഭരിച്ചപ്പോൾ ഒരു നയപരമായ തീരുമാനമെടുത്തു, കൊടുക്കാൻ തീരുമാനിച്ചു. കേരളം മുമ്പ് ഒന്നും കണ്ടിട്ടില്ലാത്ത നിലയിലേക്ക് അതിശക്തമായ പ്രക്ഷോഭവും വലിയ കൊള്ള നടക്കുന്നതായിട്ടുള്ള ആക്ഷേപവും എല്ലാം വന്ന് ആക്ഷേപങ്ങൾ ഉയർത്തിയത് CPM ആണ്. പ്രധാനമായും മുൻപന്തിയിൽ നിന്ന് VS ആണ്. അങ്ങനെ ആ ഉത്തരവ് തന്നെ ക്യാൻസൽ ചെയ്തു. അതിനുശേഷം ഒരു ഘട്ടത്തിലും UDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഇത് പരിഗണിച്ചിട്ടില്ല. 2016 അങ്ങനെ കൊടുക്കാനായിരുന്നെങ്കിൽ 2011-16 കൊടുക്കണമായിരുന്നല്ലോ. അന്ന് പോലും കൊടുക്കാൻ തീരുമാനമുണ്ടായില്ല. ഇവിടുത്തെ വിഷയം 2019 കേന്ദ്ര ഗവൺമെൻറ് ഭേദഗതി വന്നത്. ഖനനം പൊതുമേഖലയിലേക്ക് പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഉത്തരവ് ഇറങ്ങിയത്. അതിന് ശേഷമാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചുകൊണ്ട് ഇതിനെ എങ്ങനെ മറികടക്കാമെന്ന് ആലോചിച്ചത്. കേന്ദ്ര നിയമം LDFിൻ്റെ പ്രഖ്യാപിത നയം പൊതുമേഖലയിൽ മാത്രം ഖനനം പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോലും കേന്ദ്ര നിയമം വന്നിട്ട് അതിനെ എങ്ങനെ മറികടക്കാമെന്നുള്ളതിനെക്കുറിച്ചാണ് മീറ്റിംഗ് നടത്തിയത്. അതിൻ്റെ വ്യവസായ ഇൻഡസ്ട്രീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിനെ അതിജീവിക്കാൻ വേണ്ടി ലീഗൽ ഒപ്പീനിയന് പോയി. ഇതെല്ലാം ചെയ്തിട്ട് 2004 കൊടുത്തു എന്ന് പറയുന്നത് എന്തൊരു വിഡ്ഢിത്തരമാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ലേ. ഈ സമയത്താണ്, കാരണം ഇത് പ്രത്യുപകാരമാണെന്ന് സ്വാഭാവികമായി അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ഒരു സേവനവും കിട്ടാതെ എല്ലാ മാസവും 8 ലക്ഷം രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരുന്നതിൻ്റെ പ്രത്യുപകാരമാണ്. അല്ലാതെ പിന്നെ എന്തിനാണ് LDFിൻ്റെ നയത്തിനനുസൃതമായി തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനം വന്നപ്പോൾ അതിനെ മറികടക്കാൻ മുഖ്യമന്ത്രി എന്തിനാണ് യോഗം വിളിച്ചു? ഇതിൻ്റെ മാസപ്പടിയുടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം രേഖകൾ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കാലഘട്ടത്തിൻ്റെ രേഖകളാണ് വന്നേക്കുന്നത്. ഇവിടെ കമ്പനി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ന പേരുകളുടെ ഫുൾ ഫോം ഇന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് OC RC അടക്കമുള്ള പേരുകൾ വരുമ്പോൾ അവർ ആ ഫണ്ട് എങ്ങനെ പാർട്ടിക്ക് വേണ്ടി വാങ്ങിച്ചെന്നുള്ളത് അടക്കമുള്ള കാര്യം അവർ വിശദീകരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഭാഗമായി കമ്പനി തന്നെ എഴുതി കൊടുത്തതിൽ ഇതെല്ലാം ശരിയാണ്, പിണറായി വിജയൻ PV എന്നുള്ള പിണറായി വിജയനല്ല, ഏതോ പൊട്ടൻ വിജയനാണ് എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? LDFിൻ്റെ പ്രകടന പത്രികയിൽ, LDFിൻ്റെ ഇൻഡസ്ട്രിയൽ പോളിസിയിൽ മൈനിങ് പൊതുമേഖലയിൽ മാത്രമേ അനുവദിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ആ പശ്ചാത്തലം നീങ്ങുമ്പോഴാണ് ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവ് വന്നത്. ആ കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവിനനുസരിച്ച് ഇൻഡസ്ട്രീസ് കമ്മീഷണർ ഒരു ഉത്തരവിറക്കി ഇവർ കൊടുക്കാനൊക്കത്തില്ലെന്ന്. അതിനുശേഷം സെപ്റ്റംബർ 5 എന്തോ ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, സെപ്റ്റംബർ 5 മുഖ്യമന്ത്രി യോഗം വിളിക്കുകയാണ്. ഇതിനെ എങ്ങനെ മറികടന്നുകൊണ്ട് ചെയ്യാനൊക്കും? ഒരു പൊതുമേഖലയുടെ കൺസോർഷ്യവും ഉണ്ടായി CMRലുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അങ്ങനെങ്കിലും കൊടുക്കാനൊക്കുമോ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുമ്പോൾ അതിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്.